എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ലൂഫിയും ടീമും അവരാണെങ്കിൽ ഇപ്പൊ ഗക്കോ മുറിയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ആദ്യം തന്നെ റോബിൻ പറഞ്ഞ പോലെ ഗക്കോ മുറിയ അവനെ തകർക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ഷാഡോസിനെ ഒന്നൊന്നായിട്ട് വീണ്ടെടുക്കാൻ കഴിയൂ. മാത്രമല്ല അവന്റെ അടുത്ത് തന്നെയാണ് ലൂഫിയുടെ ഷാഡോ ഉള്ള ആ 900 ഉള്ളത്. സോ അവരെല്ലാവരും ഇപ്പൊ ഉഷാറായിട്ട് അവിടേക്ക് ഓടുകയാണ്. നമ്മുടെ ആൾക്കാർ ഒരു വിധത്തില് അവിടേക്ക് എത്തുമ്പോ അവിടെയാണെങ്കിൽ ആ ഡോക്ടറും സിൻഡ്രിയും മാത്രമേ ബാക്കിയായിട്ടുണ്ടാവൂ. ഡോക്ടർ ചോദിക്കും, നിങ്ങളൊക്കെ എന്താ ഇവിടെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ചോപ്പറിനാണെങ്കിൽ ഇത്രയും സമയവും അവനെ ഡോക്ടറിനെ റെസ്പെക്ട് ചെയ്തല്ലോ എന്ന് ആലോചിച്ച് ഒരുപാട് കുറ്റബോധം തോന്നും. ലൂഫിക്കാണെങ്കിൽ ആ ഡോക്ടറിനോട് അടങ്ങാത്ത പ്രതികാരമാണ്. ലൂഫി അവനെ ഇട്ടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിന് ചോപ്പർ പറയും, നോ, ഇവനെ അറ്റാക്ക് ചെയ്യേണ്ടത് അത് ഞാനാണ്. ഡോക്ടേഴ്സിന് അപമാനമായി ഇവനെ വെറുതെ വിടാൻ ഞാൻ അനുവദിക്കില്ല. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഫ്രീസർ ഡോറ് അതുവഴി അകത്തേക്ക് പോവാണെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് ആ ഗഗ്ഗോ മുറിയുടെ അടുത്തേക്ക് എത്താൻ കഴിയും. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ചോപ്പർ ഇപ്പോ അവന്റെ അടുത്തേക്ക് നടന്നെടുക്കും. ഡോക്ടറിനാണെങ്കിൽ അവരെ കാണുമ്പോൾ കുറച്ച് പേടിയാവും. പക്ഷെ ഉള്ള ധൈര്യം സംഭരിച്ച് ആള് സിൻഡ്രിയോട് പറയും, സിൻഡ്രി ഇനി ഒന്നും നോക്കണ്ട, നിന്റെ പ്ലേറ്റ്സ് വെച്ചുള്ള അറ്റാക്ക് അത് നടത്ത്. സിൻഡ്രി ക്യാഷ്വലായിട്ട് ഒരുപാട് പ്ലേറ്റ്സ് അവളുടെ കയ്യിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം നമ്മുടെ ആൾക്കാർക്ക് നേരെ അറഞ്ചം പുറഞ്ചം അത് വലിച്ചെറിയും. ഉടനെ റോബിൻ അവളാണെങ്കിൽ ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ സിൻഡ്രി പെണ്ണിനെ അങ്ങനെ ഈസി ആയിട്ട് ലോക്ക് ചെയ്യും. അതിനുശേഷം ലൂഫിയോട് ആ ഡോറ് വഴി അകത്തേക്ക് പോവാൻ പറയും. ലൂഫി അത് കേൾക്കേണ്ട താമസം അകത്തേക്ക് ഓടും. അവനെ പിടിക്കാനായി ആ ഡോക്ടർ അവന്റെ തൊട്ട് പിന്നാലെ ഓടുമ്പോഴേക്കും സാക്ഷാൽ ചോപ്പർ ഇപ്പോ ആ ഡോക്ടറിന് മുൻപിലേക്ക് വരികയാണ്. ചോപ്പർ പറയും, ഇത്രയും കാലവും ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു, റെസ്പെക്ട് ചെയ്തു. പക്ഷെ നീ ഇത്രയും ബാഡ് ആണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. അതിനാ ഡോക്ടർ ഇപ്പൊ ചോപ്പറിനെ നോക്കി ചിരിക്കും. ഡോക്ടർ ഒരു വിസിലടിക്കും. അപ്പോ ആ ഡോഗ് പെൻഗ്വിൻ അതവിടേക്ക് നടന്നു വരും. അതിന്റെ തൊട്ടു പിന്നാലെ സോറയുടെ പവറുള്ള ആ ഒരു സോംബി അതും അവിടേക്ക് വരികയാണ്. ഡോക്ടർ ചോദിക്കും, എന്തു പറ്റി, നീ പേടിച്ചു പോയോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ ഫ്രണ്ട്സിനെ പോലെ തന്നെ നിന്റെ ഷാഡോയും ഞാൻ എടുക്കാൻ പോവാണ്. എന്നെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. സംസാരിക്കുന്ന ആ റെയിൻഡിയർ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ കൊണ്ടാണ് നിനക്കിതൊക്കെ സാധ്യമാകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സോ നിന്റെ പവറും നിന്റെ ഷാഡോയും ഞാൻ അബ്സോർബ് ചെയ്തെടുക്കാൻ പോവാണ്. അത് കേട്ട് നമ്മുടെ ചോപ്പർ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. മാത്രമല്ല സോറയുടെയും സാഞ്ചിയുടെയും ഷാഡോ പവർ ഉള്ളവരെ കൂടെ കാണുമ്പോൾ അവന്റെ പേടി അത് ഡബിൾ ആവും. പക്ഷെ ചോപ്പർ എങ്കിലും പുറത്തതൊന്നും കാണിക്കാതെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഡോക്ടർ സിമ്പിൾ ആയിട്ട് പറയും, മൈ സോംബി ബ്രോസ്, എത്രയും പെട്ടെന്ന് ഇവരെ രണ്ടുപേരെയും തല്ലിക്കൊന്ന് ദൂരക്കള. അങ്ങനെ വേറെ വഴിയില്ലാതെ ചോപ്പറും റോബിനും അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവറ്റകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് ലൂഫി അവൻ ആ ഡോർ തുറന്ന് ഗഗ്ഗോ മുറിയുടെ അടുത്തേക്ക് ഉഷാറായിട്ട് ഓടുകയാണ്. ലൂഫി ഓടി ഓടി ഇപ്പൊ ഒരു വിധത്തില് ആ വില്ലന്റെ തൊട്ട് മുൻപിലെത്തും. അവൻ ദേഷ്യപ്പെട്ട് പറയും, നീയല്ലേ സാക്ഷാൽ ഗഗ്ഗോ മുറിയ, നിന്നെ തല്ലിക്കൊല്ലാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഗഗ്ഗോ മുറിയാണെങ്കിൽ ഒരു കോട്ടുവായൊക്കെ വിട്ട് അങ്ങനെ ക്യാഷ്വലായിട്ട് ഇരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കി, സോറോ, സാഞ്ചി അവര് 3 പേരും ആ 900നെ കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഉസോപ്പ് അവനാണെങ്കിൽ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. 900 ആണെങ്കിൽ അവന്റെ കൈ അങ്ങനെ നീട്ടി നമ്മുടെ ആൾക്കാർക്ക് നേരെ കൊണ്ടുവരും. സോറോ, ഫ്രാങ്കി, സാഞ്ചി അവര് 3 പേരും ഇപ്പൊ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് 900മായി ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷെ 900 സിമ്പിളായി വലിയൊരു കല്ലെടുത്ത് ഇപ്പൊ അവന്റെ തലയിൽ തന്നെ വെക്കും. എന്നിട്ട് വിളിച്ചു പറയും, ഇപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഫിറ്റായ ഒരു തൊപ്പി കിട്ടിയത്. അധികം വൈകാതെ ഞാൻ കിങ് ഓഫ് പൈററ്റായി മാറുമെന്ന് പറഞ്ഞ് 900 തുള്ളിച്ചാടും. നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും ലൂഫിയുടെ ക്യാരക്ടർ അതവന്റെ ഷാഡോ കോപ്പി ചെയ്ത് അതാണ് ആ 900 ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ലൂഫിയുടെ സ്കില്ലും അവന്റെ പവർ അതുകൂടെ യൂസ് ചെയ്ത് 900 അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്കതിനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. 900 ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ നടന്നു പോവും. ഉടനെ നമ്മുടെ ആൾക്കാർക്ക് അവർക്ക് എങ്ങനെയെങ്കിലും അവന്റെ പിന്നാലെ പോയി ഷാഡോയെ തിരികെ പിടിക്കണം. പക്ഷെ എന്താ, ഇപ്പൊ ആ മാൻഷനിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് അത് തകർന്നു കിടക്കുകയാണ്. ഇനിയിപ്പൊ എങ്ങനെ അപ്പുറത്തെത്തുന്നു പറഞ്ഞ് അവർ കാര്യമായിട്ട് ആലോചിക്കുമ്പോഴായിരിക്കും ഫ്രാങ്കി പറയാ, ഒരു 5 മിനിറ്റ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവനൊരു ഹാമറൊക്കെ എടുത്ത് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങും. ഉസോപ്പും സോറയും സാഞ്ചിയും അവരിപ്പോ ഒരു കാഴ്ച കണ്ട് ഷോക്കാവും. 10 മിനിറ്റിനുള്ളില് നല്ല അടിപൊളി ഡിസൈനില് ഒരു ബ്രിഡ്ജ് തന്നെ തീർത്തിരിക്കുകയാണ് നമ്മുടെ ഫ്രാങ്കി. പിന്നൊന്നും നോക്കില്ല, ആ ബ്രിഡ്ജിലൂടെ ഓടി മാൻഷന്റെ ഡോർ തുറന്ന് അകത്തേക്ക് വരും.
അപ്പൊ ലോങ് ഷോട്ടിലായി ആ ചുന്ദരി പെണ്ണ്. അവളാണെങ്കിൽ ഇവര് വരുന്നൊക്കെ നോട്ട് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ആൾക്കാര് ആ ഒരു ഹോളിലേക്ക് കടന്നു വരുന്തോറും അവളുടെ സോംബി സോൾസ് അവറ്റകളെ തയ്യാറാക്കി അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ ചുന്ദരി പെണ്ണ് അവളിപ്പോ നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വരും. അതിനുശേഷം അവളുടെ കൈ നീട്ടും. ഉടനെ ഒരുപാട് ആത്മാക്കള് അവളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആക്ച്വലി ഇവൾക്കും ഡെവൽ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രേതങ്ങളെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവാണ് ഇവൾക്കുള്ളത്. അവള് പറയും ഇവറ്റകളെല്ലാം തന്നെ എന്റെ ക്ലൗൺസ് ആണ്, ഇവറ്റകൾ മുഴുവനായിട്ടും നിങ്ങളെ തകർത്ത് കളയെന്ന് പറഞ്ഞ് അവൾ ചിരിക്കും. സാഞ്ചി പറയും നമ്മുടെ മുൻപിൽ ഇനി വേറെ വഴിയില്ല, അവറ്റകളെ അറ്റാക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. സോ 18ാമത്തെ തടവ് അതെടുത്തേ പറ്റൂന്ന് പറഞ്ഞ് ഓടിക്കോ എന്ന് നിലവിളിച്ച് അവരോടാൻ തുടങ്ങും. പക്ഷെ ആ വില്ലത്തി അവളാണെങ്കിൽ അവരെക്കാളും ഡബിൾ സ്പീഡിൽ ഓടി അവളുടെ ആ പ്രേതങ്ങളെ മുഴുവൻ അവരുടെ ബോഡിയിലേക്ക് അങ്ങനെ കയറ്റി വിടുകയാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവർ തളർന്ന് താഴേക്ക് വീഴും. സാഞ്ചിയും ഫ്രാങ്കിയും സോറോയും അവര് 3 പേരും ഇപ്പൊ പൊട്ടിക്കരയാണ്. നമ്മൾ 3 പേരും വലിയ വേസ്റ്റ് ആണ്, ഈ ലോകത്തില് നമ്മളെ കൊണ്ട് ഒരു യൂസും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവര് മെന്റലി ഡൗൺ ആയി അവിടെ വീണ് കിടക്കും. കത്തിയോ വാളോ ഹാമറോ അങ്ങനെ ഒന്നുമില്ലാതെ വെറും അവളുടെ പവർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വില്ലത്തി നമ്മുടെ ആൾക്കാരെ 3 പേരെയും കീഴ്പ്പെടുത്തി. അവൾക്കാണെങ്കിൽ അവരുടെ അവസ്ഥ കണ്ട് ഭയങ്കര സന്തോഷാവും. അവളിപ്പോ വൈൽഡ് ആനിമൽസിനെ വിളിച്ച് നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ പറയും. അവറ്റകളാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് നേരെ കുതിച്ചു പായുമ്പോ ആ വില്ലത്തി ചുന്ദരി അവളിപ്പോ മുകളിലുള്ള ബാക്കി നമ്മുടെ ടീംസിനെ അന്വേഷിച്ച് ഹായായിട്ട് നടന്നു പോവാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഒരുപാട് ഉപ്പുകള് അങ്ങനെ തെറിച്ചു വന്ന് ആ സോംബികളുടെ വായ്ക്കകത്തേക്ക് വീഴും. നിമിഷം നേരം കൊണ്ട് തന്നെ സോംബികളുടെ ബോഡിയിലുള്ള ഷാഡോസ് അത് പുറത്തേക്ക് പോവാണ്. വില്ലത്തിക്കാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. അവളങ്ങനെ ഫ്രീസ് ആയിട്ട് അത് നോക്കി നിൽക്കും. ഇതാരാ ചെയ്തേ? ഇത്രയും സോംബീസിനെ ഒറ്റയടിക്ക് അവരെ നശിപ്പിച്ചു കളഞ്ഞ് ആരാന്ന് പറഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് നമ്മുടെ ഉസോപ്പിനെ കാണുക. ഉസോപ്പാണ് കറക്റ്റായിട്ട് എയിം ചെയ്ത് ആ ഉപ്പ് അവറ്റകൾക്ക് നേരെ വാരി എറിഞ്ഞത്. അടുത്ത സെക്കൻഡ് ആ വില്ലത്തി അവളൊരു വലിയ പ്രേതത്തെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവന്റെ ബോഡിയിലേക്ക് അയക്കും. ഉടനെ ഉസോപ്പ് അവൻ ശ്വാസം മുറുക്കി പിടിച്ച് കല്ല് പോലെ നിൽക്കും. ആ ഒരു ആത്മാവ് അതവന്റെ ബോഡിയിലൂടെ കടന്നു പോവും. പക്ഷെ അതിനെ കൊണ്ട് ഉസോപ്പിനെ തളർത്താനാവില്ല. വില്ലത്തിയാണെങ്കിൽ അത് കണ്ട് ഡബിൾ ഷോക്കാവും. ഉസോപ്പ് പറയും നീ ഒന്നല്ല ഒരു 100 പ്രേതത്തെ ഉപയോഗിച്ചാലും ക്യാപ്റ്റൻ ഉസോപ്പിനെ മാത്രം നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവള് ചോദിക്കും നിന്നെ കൊണ്ട് എങ്ങനെ എന്റെ പവറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു? അതിന് ഉസോപ്പ് പറയും ഞാൻ ആക്ച്വലി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, നല്ല ഹാപ്പി ആയിട്ടും പവറായിട്ടും നിൽക്കുന്നവരെ മാത്രമേ നിന്റെ ആത്മാക്കൾക്ക് തകർക്കാൻ കഴിയൂ. എനിക്ക് നല്ല പവറില്ല, കോൺഫിഡൻസ് ഇല്ല, ഞാൻ ഓൾറെഡി ഒരു സാഡ് മൂഡിലാണ്. സോ അവറ്റകൾക്ക് ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ എന്റെ ബോഡിയിലേക്ക് കയറാൻ കഴിയില്ല. അത് കേട്ട് കൺട്രോൾ പോയ ചുന്ദരി പെണ്ണ് അവള് താഴേക്ക് വീഴും. അവൾ ഇത്രയും കാലവും കരുതിയിരുന്നത് അവളുടെ ഈ ഒരു പവറിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഇപ്പൊ അതിലും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരാളെ അവൾ കണ്ടെത്തിയിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ പെട്ടെന്നൊരു ബുദ്ധി വെളിച്ചുണ്ടാവും. ഇവൻ ഡൗൺ ആയതുകൊണ്ടാണ് ഇവനെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയാത്തത്. സോ ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇവനെ പോസിറ്റീവ് ആക്കണം എന്ന് പറഞ്ഞ് അവളും അവളുടെ സോംബികളും ചേർന്ന് ചിയറപ്പ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഉസോപ്പ് അപ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഡോറയോടും ഫ്രാങ്കിയോടും സാഞ്ചിയോടും പറയും ഗായ്സ് എഴുന്നേക്ക്, നമുക്ക് ഇനി ഒട്ടും സമയമില്ല. ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അത് വലിയ അപകടമാണ്. അത് കേട്ട് അടുത്ത സെക്കൻഡ് അവര് 3 പേരും ചാടി എഴുന്നേറ്റ് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. ഉസോപ്പിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനാണെങ്കിൽ ഓടാൻ ഗ്യാപ്പും കിട്ടില്ല. അപ്പാ സോംബീസ് അവറ്റകളാണെങ്കിൽ അങ്ങനെ നടന്നു വന്ന് ഉസോപ്പിനെ റൗണ്ടേ നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ മാരേജ് ഹാള് കാണിക്കും. അവിടെയാണെങ്കിൽ ആ ഇൻവിസിബിൾ മാനും നാമിക്കും അവർക്ക് 2 പേർക്കും വേണ്ടിയുള്ള കല്യാണം അതങ്ങനെ പൊടിച്ചോണ്ടിരിക്കുകയാണ്. ഒരുപാട് സോംബീസ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഉടനെ ഒരു പ്രീസ്റ്റ് ആളിപ്പം നടന്നു വന്ന് ഇൻവിസിബിൾ മാനോട് ചോദിക്കും ജീവിതകാലം മുഴുവൻ ഈ നാമിയുടെ ഹസ്ബൻഡായിട്ടിരിക്കാൻ നിനക്ക് സമ്മതമാണോ? അവനാണെങ്കിൽ ഫുൾ പവറിൽ ഭയങ്കര ആവേശത്തിൽ പറയും അതെ എനിക്ക് സമ്മതമാണ്. അതിനുശേഷം പ്രീസ്റ്റ് അവളോട് ചോദിക്കും നിനക്ക് ഈ ഇൻവിസിബിൾ മാന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ സമ്മതമാണോ? അവൾക്കിപ്പോഴും ബോധം വീണിട്ടില്ല. ഉടനെ ഒരു സോംബി അവൻ അവളുടെ വോയിസിൽ അങ്ങനെ അനുകരിച്ചു പറയും സമ്മതം. പ്രീസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ബുക്കൊക്കെ അടച്ച് അവരോട് പരസ്പരം ചുംബിക്കാനായിട്ട് പറയും. ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ അവളെ കിസ് ചെയ്യാൻ അടുത്തേക്ക് വരും. അതേസമയം സോറോയും സാഞ്ചിയും ഫ്രാങ്കിയും
അവർ കല്യാണം തടഞ്ഞ് നാമിയെ രക്ഷിക്കാൻ ഓടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നാമി മാത്രം കണ്ണു തുറക്കാതെ നല്ല ഉറക്കത്തിൽ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.